വെറുതെ സമയം കളയുക എന്നത് ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സമയം കളയുന്ന തുല്യമാണ്. ഇതിനൊരു പ്രതിവിധി ഒരു വീട്ടമ്മ രംഗത്ത് വന്നു, ലക്ഷ്മി ജയരാജ്. മലയാളികളായ വീട്ടമ്മമാർക്കിടയിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ലക്ഷ്മി ജയരാജ് തിരുവനന്തപുരം സ്വദേശി, നാട്ടിൽ അഭിഭാഷകയായിരുന്നു. UAE-യിൽ തൊഴിൽ കൊണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥ. ദുബായ് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ജയരാജിന്റെ ഭാര്യ. ലക്ഷ്മി ജയരാജ് ഇപ്പോൾ വെറും കുടുംബിനി. ബാങ്ക് ഉദ്യോഗം രാജിവെച്ചു മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി. അഭിഭാഷകയും ബാങ്ക് ഉദ്യോഗസ്ഥയും ഒക്കെയായി തിരക്കേറിയ ജീവിതം നയിക്കുന്നതിനിടയിലാണ് ജോലി വേണ്ടെന്ന് വെച്ചത്. പിന്നെയാണ് വീട്ടിൽ ഒതുങ്ങി ജീവിക്കേണ്ടി വന്നപ്പോൾ ക്രിയാത്മകതയുടെ വഴികൾ തേടിയത്. അങ്ങനെ ഇന്റർനെറ്റിലൂടെ ഫ്രാക്ടൽ ആർട്ടിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ ഏജൊക്കെ ആയപ്പോൾ ഇവിടെ ദുബായിലെത്തി. അങ്ങനെ ഇന്റർനെറ്റൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള പിക്ചേഴ്സ് കണ്ടു. അങ്ങനെയാണ് ഈ ആർട്ടിനെ പറ്റി ഞാൻ അറിയാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല പ്രോഗ്രാംസ്. ഗ്രാജുവലി വിൻഡോ ബേസ്ഡ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഗ്രാജുവലി ഞാൻ ഇൻട്രസ്റ്റ് കൊണ്ട് പഠിച്ചതാണ്, തന്നെ പഠിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. ഇഫ് യു നോ മാത്സ് അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കത് എക്സ്പ്ലോയിറ്റ് ചെയ്യാം ആ പ്രോഗ്രാംസ്. മാത്സ് അറിയണമെന്നില്ല, ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ്മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബേസിക്കലി ലോയർ. പാസ്റ്റ് ടൈമിൽ ചെയ്ത് ഒരു ഹോബി ആയിട്ടാണ് തുടങ്ങിയത്. ജോലി ചെയ്തിരുന്നു ഇവിടെ ദുബായിൽ, ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. ബാങ്കിൽ ഓഫീസറായിട്ടൊക്കെ ജോലി ചെയ്തിരുന്നു. ജസ്റ്റ് കുട്ടികളുടെ പഠിത്തത്തിൻ്റെ ഇത് വെച്ചിട്ട് റിസൈൻ ചെയ്തു. ഒരു 3-4 പുതിയ ആൽബം ഉണ്ട്. ആൽബങ്ങളാണ് ഇത് കണ്ട അന്തം വിട്ടു. ഇതെപ്പോ ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ടോ? കോപ്പറേഷൻ ആർക്കും മുട്ടിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഈ സാരി അങ്ങനെയുള്ള ടെക്സ്റ്റൈലിലും ഒക്കെ ഒരു മാർക്കറ്റ് കിട്ടുന്നില്ല. അതാണ്, നല്ല ആള് വേണം. ഇടയ്ക്ക് ആളുണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. അത്രയേറെ പ്രചാരം ലഭിക്കാത്ത ഒരു കലാരൂപം. ഗ്രാഫിക്സിന്റെ സാധ്യതകൾ കണ്ടെത്തുന്ന മീഡിയം. ഇത് ഒരു ഗണിത രൂപകമാണ്. ഗണങ്ങളെ ചെറുതാക്കിയും വലുതാക്കിയും രൂപപ്പെടുത്തുന്ന കമ്പ്യൂട്ടർ കല. 1975 ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ ബെനോയ് ബി മാണ്ടൽബ്രോ കണ്ടെത്തിയ ഗണിതകല. ഫ്രാക്ടലിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞകാരൻ ബെനോയ് ബി മാണ്ടൽബ്രോയുടെ ഈ കലാരൂപം പ്രാവർത്തികമാക്കുകയാണ് ലക്ഷ്മി ജയരാജ്. പ്രത്യേകത മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിക്ചേഴ്സ്. ദാറ്റ് മീൻസ് ഈ മെൻഡൽബ്രോഡ് എന്ന് പറഞ്ഞ ആളത് കണ്ടുപിടിച്ചത് ഫസ്റ്റ് ടൈം 1975 ഇത് ഫസ്റ്റ് റീസെൻ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഒരു ഇത്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഫ്രാക്ടൽ ആർട്ട് എന്നറിയപ്പെടുന്നത്. അപ്പം അത് പറയുന്നത് സെൽഫ് സിമിലർ സ്ട്രക്ചേഴ്സ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗ്രാഫിക് ആർട്ടായിട്ട്. ഈ റീജിയനിൽ അത്രയും ഫേമസ് അല്ല. ജസ്റ്റ് ടു പോപ്പുലറൈസ് ദിസ് ആർട്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആർട്ടും ചെയ്യാം. ഇത് കുറച്ച് കളർ സെൻസ്, ആർട്ടിസ്റ്റ് സെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇത് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്, ഫ്രാക്ടൽ പ്രോഗ്രാംസ്. ഒരുപാട് മിക്കവാറും എല്ലാം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ചിലത് കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇൻട്രസ്റ്റ് ഉണ്ട്. അൾട്രാഫ്രാക്ടൽ, അപ്പോഫൈസസ്, മറ്റ് ഗ്രാഫിക്സ് പ്രോഗ്രാംസ് അറിയാമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോട്ടോഷോപ്പ്, അതിൽ കുറച്ചുകൂടി ഫെമിലിയർ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കണ്ടിട്ട് എക്സിബിഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഉള്ളൊരു ആഗ്രഹം പറഞ്ഞാൽ അംബിഷൻ. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള പ്രിന്റ് A3 വലിയ പ്രിൻ്റൊക്കെ സെയിൽ നടത്താം. കുറെ നേരത്തെ കാണിച്ചു. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗൾഫ്
ഇത്രയേ ഉള്ളൂ അത് ആ, കടന്നൊക്കെ